ഹലോ, ഈ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ ദ നഴ്സസിനാണ്. എന്നെപ്പോലെ ഓസ്ട്രേലിയയിൽ വന്നൊരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പുതിയ NMBA അപ്ഡേറ്റ്സ്. അവർ പുതിയ 2 പാത്വേസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 2025 മുതൽ. കുറച്ച് നല്ല പാത്വേ ആണ്, പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻസും ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് ആ പാത്വേസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള പാത്വേസ് വരുമ്പോൾ നിങ്ങൾക്കത് ക്രൈറ്റീരിയസൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ രജിസ്ട്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് എപ്പോഴും നമുക്ക് ഫേവറബിൾ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ മെയിൻലി 2 കാര്യങ്ങളാണ് നമുക്ക് അഫ്ര രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് BSc നഴ്സിംഗ് ഡിഗ്രിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഡിപ്ലോമ വിത്ത് അഡീഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സ്. അപ്പോൾ ഈ ഡിപ്ലോമ പ്ലസ് അഡീഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഇക്വാലൻ്റ് ടു BSc നഴ്സിംഗ് ആയിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയാണ്. ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയിൽ ഇപ്പോൾ കുറച്ചൊരു സ്കോറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ റിഡക്ഷൻസ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കുറച്ച് ഫേവറബിളാണ് ആ സിറ്റുവേഷൻ. അപ്പോൾ UK സെയിം സ്കോറാണ് നമുക്കിപ്പോൾ ഇവിടെയും വേണ്ടത്. മെയിൻലി നമ്മൾ കുറച്ച് എക്സാംസ് ആണല്ലോ അറ്റൻഡ് ചെയ്യാറ്. മെയിൻലി OET, PTE or IELTS ആണ് കമ്പയർ ടു അതർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻ ടെക്സ്റ്റ് എക്സാംസ് അല്ലേ. അപ്പം PTEക്ക് നമുക്കിവിടെ വേണ്ട സ്കോർ എന്ന് പറയുന്നത് 66 ഈച്ച് മോഡ്യൂൾസിന് എക്സെപ്റ്റ് റൈറ്റിങ്ങിന് നമുക്ക് 56 മതി. OETക്ക് ആണെങ്കിൽ എല്ലാ മോഡ്യൂൾസിനും നമുക്ക് B വേണം. റൈറ്റിങ്ങിന് C+. അതുപോലെ IELTS ആണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡ്യൂൾസിനും 7 വേണം എക്സെപ്റ്റ് റൈറ്റിങ്ങിന് 6+. അപ്പോൾ നമ്മുടെ പുതിയ NMBA അപ്രൂവ്ഡ് ആയിട്ടുള്ള പാത്വേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നവർക്ക് NCLEX RN എക്സാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവർ പറയുന്ന NMBA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പഠിക്കുന്നവർക്ക്, പഠിച്ച് നഴ്സിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന രജിസ്ട്രേഷനുള്ള നഴ്സുമാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ ആകെ ഒരു 6 കൺട്രീസാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് US, UK, അയർലൻഡ്, സിംഗപ്പൂർ, സ്പെയിൻ ആൻഡ് കാനഡ. കാനഡയിൽ തന്നെ എല്ലാ പ്രൊവിനൻസും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓൺലി ബ്രിട്ടീഷ് കൊളംബിയ ആൻഡ് ഒണ്ടാരിയോ. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. സെക്കൻഡ് ക്രൈറ്റീരിയ അത് കുറച്ച് ട്രിക്കിയാണ്. കാരണം 2017 ജാനുവരിക്ക് ശേഷം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് ആയിട്ട് പാസ് ഔട്ട് ആയ ആൾക്കാരെയാണ് അവർ എടുക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്കാണ് ഈ ക്രൈറ്റീരിയ വഴി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺട്രീസിൽ നമ്മളെപ്പോഴും ഒരു കോമ്പറ്റൻസി അസസ്മെൻറ്റ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നത്. അങ്ങനെ ചെയ്തവർക്ക് മാത്രമേ ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ അയർലൻഡിലാണെങ്കിൽ നമുക്ക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട്. UKയിലാണെങ്കിൽ CBT + OSCE ഉണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റേതായ കോമ്പറ്റൻസി അസസ്മെൻറ്റ് എക്സാംസ് അല്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളുണ്ടാവും. അത് ക്ലിയർ ചെയ്ത് രജിസ്ട്രേഷൻ എടുത്ത ഇൻ്റർനാഷണൽ നഴ്സസിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ല, മറ്റൊന്നെന്ന് പറയുന്നത് കറണ്ട് രജിസ്ട്രേഷൻ ഈ പറഞ്ഞ കൺട്രീസിൽ ഉണ്ടാവണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് മിനിമം 1800 ഹവേഴ്സ് ഈ പറഞ്ഞ കൺട്രീസിൽ ഏതെങ്കിലും ഒന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം ആണത് പറയുന്നത്. അതുപോലെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം ഈ പറഞ്ഞ കൺട്രിയിൽ. അപ്പോൾ നാട്ടിലൊക്കെ ലീവൊക്കെ എടുത്ത് കുറച്ച് നാൾ 1 or 2 ഇയേഴ്സിലൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പാത്വേ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരതിന് എലിജിബിൾ ആവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതാണ് മറ്റൊന്നെന്ന് പറയുന്നത്. അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇംഗ്ലീഷ് കോമ്പറ്റൻസി അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എക്സാം ഒന്നുകൂടെ എഴുതേണ്ടി വരും ഈ പാത്വേയിൽ എന്നുള്ളത്. അതും ഇവർ പറയുന്നത്
ഈ പറഞ്ഞ എക്സാംസ് റിസൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മിനിമം ഇവരുടെ സ്കോർ നമ്മൾ കിട്ടിയിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ ബയോളജിനാണെങ്കിൽ 7 ഇൻ ഈച്ച് മോഡ്യൂൾ എക്സെപ്റ്റ് റൈറ്റിംഗിന് 6.5 മതി. ഇത് യു കെയിലുള്ളവർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രിക്കാർക്കോ വരില്ല. പക്ഷെ അയർലൻഡിലുള്ളവർക്ക് ഇതൊരു ചെറിയ പ്രോബ്ലമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അയർലൻഡിലെ സ്കോർ റിക്വയർമെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. അവർക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് C+ അല്ലെങ്കിൽ 6.5ഉം ബാക്കി എല്ലാത്തിനും 3 നമുക്ക് 7B അങ്ങനെയുള്ള സ്കോർസ് മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള അതപ്പം നമുക്ക് ആ സ്കോർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എക്സാം അപ്പിയർ ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നതിലും പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കോറും നിങ്ങളുടെ കാര്യങ്ങളും ഈ ക്രൈറ്റീരിയസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊന്നുമല്ല, നമ്മുടെ പഴയ പ്രോസസ്സിങ് മെത്തേഡ് ഇപ്പോഴും അവൈലബിൾ ആണ്. അതായത് എക്സാംസ് ക്ലിയർ ചെയ്യുക, അതായത് ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാംസ് ക്ലിയർ ചെയ്യുക, അതിനുശേഷം എൻഗ്ലിഷ് ആറിന് എക്സാം എഴുതി നമുക്ക് ക്ലിയർലി അഫ്ര രജിസ്ട്രേഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് അതിനുള്ള ആൻസേഴ്സ് തരുന്നതായിരിക്കും. പിന്നെ ഓൾറൈറ്റ്, അപ്പം എത്രയും പെട്ടെന്ന് ഒന്ന് നോക്കാതെ രജിസ്ട്രേഷൻ എടുക്കുക. താങ്ക് യു.